നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാനിവിടെ അടുത്തടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് ചെറുതാക്കി ഈ മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കാം. ഇത് അല്പം വാഴച്ചുണ്ട് തോരനാണ്. പിന്നെ ചീര അരിഞ്ഞെടുത്തിട്ടുണ്ട്, കോവയ്ക്ക അരിഞ്ഞെടുക്കണം, 2 മുട്ടയും കൊച്ചുള്ളി, ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഒരൽപ്പം എണ്ണ ഒഴിച്ച് കോവയ്ക്ക, ഉള്ളി, ചീര, മുളക് ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം, അല്ല വഴറ്റിയെടുക്കാം. ആവശ്യം മുളകിട്ടു, കോവയ്ക്ക ഇട്ടു, കുറച്ചുള്ളി നമ്മൾ പച്ചക്കായി ചേർക്കുമ്പോൾ ഒരൽപ്പം കോവയ്ക്കയ്ക്ക് ഉള്ളത് ഇതിനകത്ത് അരിഞ്ഞിടുക. ചീര ഒരൽപ്പം കൂടെ കഴിഞ്ഞിട്ടിട്ടാൽ മതി. ഇതൊരു ഉപ്പ് ഒഴിച്ച് മൂടി വയ്ക്കുക. ഉപ്പിട്ടു, തീ കുറച്ച് വെച്ചു, ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ആ സമയത്തിന് നമുക്കൊന്ന് മിക്സിക്കകത്തിട്ട് കറക്കി ചെറുതാക്കി എടുത്തുണ്ട്. സാധാരണ ചേർക്കുന്ന എല്ലാ കാര്യങ്ങളും ചേർത്ത് കറി വെച്ചതിനകത്തുനിന്ന് എല്ലില്ലാതെ 2-3 കഷ്ണം പെറുക്കിയെടുക്കുക. നമുക്കിതിലായിട്ട് ഇനി എല്ലാം റെഡിയാണ്. കോവയ്ക്കാം ഇനി ഒന്നും കൂടെ വേകാനുള്ളതല്ലേ, അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ ചേർക്കാം. ഞാനൊരൽപ്പം ഗ്രേറ്റ് ചെയ്ത കാരറ്റ് ചേർത്തു, ഒരൽപ്പം ചീര ചേർത്തു, ഇത് നമുക്ക് ദോശക്കല്ലെ പൊരിച്ചെടുക്കാം, ഓവനകത്ത് വെച്ചുണ്ടാക്കാം, ഇനി അതല്ലെങ്കിൽ എയർ ഫ്രയറിലും ഉണ്ടാക്കാം. ഞാനിപ്പം ഓവനകത്ത് വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഒരു വെന്ത കാരറ്റ് തോരനോ അല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചതിൻ്റെ അല്ല ഇന്നലത്തെ ഇത് നമുക്ക് മിച്ചം വന്ന കാരറ്റ് തോരൻ അധികം വന്നതുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇത് പ്രത്യേകമായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ വാഴച്ചുണ്ട് തോരൻ പോലെ അങ്ങോട്ട് എടുത്താൽ മതി. ഇപ്പം ഞാനതും കൂടെ ഒന്ന് ചൂടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. 1 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. നമുക്കിനി തീ ഓഫാക്കാം. നമുക്കാദ്യം ചിക്കൻ ചേർക്കാം. വഴറ്റി വെച്ച പച്ചക്കറി ചേർക്കാം. ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ഇച്ചിരി എണ്ണ വരട്ടിയിട്ട് വേണമെങ്കിൽ ഇത് പൊരിച്ചെടുക്കാം, അതല്ലെങ്കിൽ ദോശക്കല്ലിലുണ്ടാക്കാം. ഇതല്പം കുരുമുളക് പൊടിയാണ്, പാത്രത്തിന് അല്പം നനവുണ്ടായിരുന്നു. ഇനി ഒരല്പം ഗരം മസാല, നമ്മൾ തന്നെ പൊടിച്ചെടുത്തതിന് നമുക്ക് ധൈര്യമായിട്ട് ചേർക്കാം. കറിവേപ്പിലയും ചേർത്തു. ഇനി നമുക്ക് മുട്ട ഉടച്ചു വയ്ക്കാം.
2 മുട്ട പോരാൻ തോന്നുന്നല്ലേ, എടുത്ത കാര്യങ്ങൾ കൂടി ഒരു മുട്ട കൂടി ചേർക്കാം. കോവയ്ക്കകത്ത് നമ്മൾ 2 മുളക് ചേർത്തായിരുന്നു. 2 പച്ചമുളക് മുട്ടയ്ക്കകത്ത് ചേർക്കാം. പച്ചമുളകും ഉള്ളിയും പച്ചയ്ക്ക് മുട്ടയ്ക്കകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു നല്ല ഫോർക്ക് വെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മുട്ടയ്ക്കുള്ള ഉപ്പും കൂടെ ചേർക്കും. നമുക്കിത് നന്നായിട്ട് മുട്ട ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അടിച്ചെടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം. പിന്നെ എന്നാന്ന് വെച്ചാൽ ഈ സാധനങ്ങളുടെ കൂടെ ആയതുകൊണ്ട് മുട്ട ഇളക്കിയെടുക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങയിട്ട് മുട്ട പൊരിക്കുമ്പം ഇളക്കാൻ എളുപ്പമില്ലേ എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിൻ്റെ കൂടെ ആകുമ്പം മുട്ട അടിച്ചെടുക്കാൻ എളുപ്പമുണ്ട്. ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ഓവനകത്ത് വെച്ചുണ്ടാക്കാം. അതെല്ലാം കനം കുറഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വട്ടമുള്ള പാത്രത്തിൽ ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് എല്ലാ സാധനങ്ങളും എല്ലായിടത്തും വരണം. ഇപ്പോൾ എനിക്ക് പാകത്തിനായിട്ട് തോന്നിയൊരു പ്ലേറ്റ് മുട്ട പൊരിച്ചതുപോലെ കനം കുറഞ്ഞിരിക്കുമല്ലോ, അതുകൊണ്ട് ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് ഓവനകത്ത് വെച്ച് ഇത് വേവിച്ചെടുക്കാം. ഇത് തന്നെ ദോശക്കല്ലിൽ വെച്ചിട്ട് മറിച്ചിട്ട് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതിനി ഓവനകത്ത് കൊണ്ടുപോയി വയ്ക്കാം. ഞാനതൊന്ന് മറിച്ചിട്ട് ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഓവനകത്ത് വയ്ക്കും. ഒരല്പം ജലാംശം ഉണ്ടായിരുന്നതൊക്കെ പോയി നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ മുറിച്ചെടുക്കാം. ചൂടോടെ കഴിക്കില്ലേ, നല്ലതാണ്, ടേസ്റ്റ് പോകുന്നതിന് മുമ്പ് തന്നെ. കണ്ടോ, നമ്മുടെ എല്ലാ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ചേർത്ത ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മുറിക്കാം. രണ്ട് പേരുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. നമുക്കിനി കഴിക്കാം.